നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ സാന്റോസ് വേഴ്സസ് ബോട്ടഫാഗോ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി നെയ്മർ ജൂനിയർ തൻ്റെ മടങ്ങി വരവിലെ ആദ്യ കളി കളിച്ചു. മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. പക്ഷേ നെയ്മർ ജൂനിയറുടെ ടീമിന് വിജയിക്കാൻ പറ്റിയില്ല. കളി 1-1 സമനിലയായിരുന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജന്മദിനത്തിൽ ഇങ്ങനെ ഒരു ബിറ്റർ ടേസ്റ്റ്, ഒരു സമനില മാത്രമായി ഒതുങ്ങിയതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന്. പക്ഷേ വരും മത്സരങ്ങളിൽ സാന്റോസ് കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: എനിക്ക് കൂടുതൽ കളിക്കാമായിരുന്നു ഇന്ന്, പക്ഷേ ഒന്ന് കാം ഡൗൺ ചെയ്യേണ്ടതുണ്ട്. സമയം വേണമല്ലോ, സമയമെടുക്കും. ടുഡേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രൂപത്തിൽ എനിക്ക് കളിക്കളത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റി. ഐ ആം ഹാപ്പി വിത്ത് മൈ ഗെയിം. എനിക്കെൻ്റെ വീട്ടിലെത്തിയൊരു ഫീലും ഉണ്ടായിരുന്നു. കളിക്കളത്തിൽ ഞാൻ ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇറ്റ്സ് സാഡ് ടു എൻഡ് മൈ ബർത്ത്ഡേ വിത്ത് എ ബിറ്റർ ടേസ്റ്റ് ഓഫ് എ ഡ്രോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ജന്മദിനത്തിലെ ഈ ഒരു സമനില, അങ്ങനെ എൻ്റെ ജന്മദിനം അവസാനിച്ചതിൽ, ഈ ഒരു കൈപ്പേറിയ സമനിലയിൽ അവസാനിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, ക്ഷമ കാണിക്കുക, ബി പേഷ്യൻറ്റ്. കാരണം ടീം ഇനിയും ഇമ്പ്രൂവ് ആവും, കൂടുതൽ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.